ഹലോ, എല്ലാവർക്കും നമസ്കാരം. മുൻപ് നമ്മുടെ വാർഡ്രോബ് ഓർഗനൈസേഷൻ വീഡിയോ പോസ്റ്റ് ചെയ്ത സമയത്ത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഡ്രസ് ഫോൾഡിങ്ങിൻ്റെ വീഡിയോ ചെയ്യുമെന്നുള്ളത്. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ കുറച്ച് നല്ല ഫോൾഡിങ് ടെക്നിക്സ് ഒക്കെയാണ് കാണിക്കാൻ പോണത്. അപ്പോൾ അതിന് മുന്നായിട്ട് നിങ്ങൾ നമ്മുടെ ആദ്യത്തെ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ, അലമാര ഓർഗനൈസ് ചെയ്യുന്ന വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പോയിട്ട് കണ്ടിട്ട് വായോ. അതിൻ്റെ ലിങ്ക് ഇതേ മേലെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അത് മാത്രമല്ല, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കണിലും ഓൾ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ. എല്ലാ ടൈപ്പ് ഡ്രസ്സുകളും ഫോൾഡ് ചെയ്യുന്ന മെത്തേഡ് നമുക്ക് ഈ ഒറ്റ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ഭയങ്കര പാടാണ്. കാരണം നമ്മുടെ വീഡിയോ ഭയങ്കര ലെങ്തി ആയി പോകും. അതുകൊണ്ട് ഈ പാർട്ട് 1 സെഗ്മെൻറ്റിൽ നമ്മൾ മെയിനായിട്ട് ടീഷർട്ട്സും അതുപോലെ തന്നെ പാൻസും ഒക്കെ ഫോൾഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ടീഷർട്ട്, ബനിയൻ അതുപോലെയുള്ള ചെറിയ ടോപ്സൊക്കെ എങ്ങനെയാണ് നല്ല നീറ്റായിട്ട് ഫോൾഡ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് കാണിക്കുന്നത് ഏറ്റവും ഈസി ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ് കേട്ടോ. ടീഷർട്ട് ആദ്യം നമുക്ക് ബാക്ക് സൈഡിലോട്ട് ഇങ്ങനെ തിരിച്ചു വെച്ചതിന് ശേഷം ഇതുപോലെ നീറ്റായിട്ട് സ്ലീവിൻ്റെ സൈഡിൽ നിന്ന് ഫോൾഡ് ചെയ്യുക. സെൻറ്റർ ഭാഗം വരെ ഫോൾഡ് ചെയ്താൽ മതി കേട്ടോ. അപ്പുറത്തുനിന്നും അങ്ങനെ തന്നെ ഫോൾഡ് ചെയ്യുക. അന്നേരം സ്ലീവ് കുറച്ച് മെസ്സി ആയിട്ടിരിക്കും. അപ്പോൾ അത് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നേരെയാക്കി കൊടുക്കാം. ഇനി ഈ ബോട്ടം സൈഡിൽ നിന്ന് ഇങ്ങനെ മടക്കാം. എഗെയിൻ ഒരു ഫോൾഡ് കൂടി ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഇതെത്ര സെക്യൂർ ആയിട്ടുള്ളൊരു ഫോൾഡിങ് അല്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഏറ്റവും ഈസി ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള ഫോൾഡിങ് മെത്തേഡാണിത്. ഇതായിരിക്കും നമ്മളെല്ലാവരും മിക്കവാറും എല്ലാവരും ചെയ്യുന്നൊരു ഫോൾഡിങ് മെത്തേഡ്. ഇതുപോലെ തന്നെ ഒരു ടൈപ്പ് ഫോൾഡിങ് കൂടി നമുക്ക് കാണിക്കാം. നേരത്തെ പോലെ ടീഷർട്ട് ആ ബാക്ക് സൈഡിൽ തന്നെ വെക്കാം. ദെൻ രണ്ട് സൈഡിൽ നിന്ന് ഇതുപോലെ മടക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് താഴ്ഭാഗം മടക്കി കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഈ അറ്റം വരെ മടക്കി കൊണ്ടുവരിക. കണ്ടോ, ഇത് കുറച്ചും കൂടി ഒതുങ്ങിയിരുന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ എവിടെയെങ്കിലും നമ്മൾ യാത്ര പോവുകയൊക്കെയാണ്, ബാഗ് പാക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഫോൾഡ് ചെയ്ത് നല്ല വൃത്തിയായിട്ട് ഒതുക്കി വെക്കാം. നമുക്ക് ഒതുങ്ങി അങ്ങ് ഇരുന്നോളും, പെട്ടെന്ന് തന്നെ എടുക്കുകയും ചെയ്യാം. ഇനി ഇത് ഇത്രയും ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇൻ കേസ് നമുക്ക് ഈ ടോപ്പിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ പെയർ ആയിട്ടുള്ളൊരു പാൻസ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ അതും കൂടിയിട്ട് വേറെ എവിടെയും ലോസ്റ്റായി പോവാതെ, കാണാതെ പോവാതെ നമുക്കിതിൻ്റെ കൂടെ തന്നെ ഫോൾഡ് ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്ന പാൻസ് കുറച്ച് ചെറുതാണ് കേട്ടോ. എത്ര വലിയ പാൻസ് ആണെങ്കിലും ഇത് തന്നെയാണ് ഫോൾഡിങ് മെത്തേഡ്. ഞാൻ കാണിക്കാൻ സൗകര്യത്തിന് വേണ്ടി ചെറുതെടുത്തതേ ഉള്ളൂ. 3/4 ആണ് ഇത് കേട്ടോ. ഇതിൻ്റെ പാൻറ്റ് ഇതുപോലെ ഹാഫായിട്ട് ഫോൾഡ് ചെയ്ത് വെക്കാം. പാൻസിന് എത്ര ലോങ് ആണെങ്കിലും അതിൻ്റെ താഴത്തു നിന്ന് ഈ ക്രോച്ച് ഭാഗം വരേക്കും ഫോൾഡ് ചെയ്യാം. എന്നിട്ട് അവിടെ നിന്ന് നേരെ വേസ്റ്റ് ഭാഗത്തോട്ട് മടക്കാം. ഇങ്ങനെ. ഇനി ഈ പാൻസ് നമുക്ക് ടീഷർട്ടിൻ്റെ ആ സ്ലീവിൻ്റെ സൈഡിൽ വെച്ച ശേഷം താഴത്തു നിന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാം. കണ്ടോ, സെറ്റായി. ഇത്രയേ ഉള്ളൂ. ഇത് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാണ്ട് സെക്യൂർ ആയിട്ട് ഇരുന്നുള്ളൂ കേട്ടോ. ഇതിന് മെയിനായിട്ടുള്ളൊരു യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെയർ കാണാതെ പോകുന്ന ആൾക്കാരുണ്ടാവും ഇപ്പോഴും അല്ലേ. ടോപ്പ് എവിടെ, പാൻറ്റ് എവിടെ. അപ്പോൾ ഇങ്ങനെ ഫോൾഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് രണ്ടും എപ്പോഴും ഒരുമിച്ച് തന്നെ ഇരിക്കും. നമുക്കിതങ്ങനെ ഒരെണ്ണം അങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ അത് രണ്ടും അങ്ങോട്ട് കിട്ടും. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അടുത്തടുത്തായിട്ട് അപ്പുറത്തപ്പുറത്ത് നമുക്ക് എല്ലാം ഇങ്ങനെ അടുക്കി വെക്കാം. നീറ്റായിട്ട് ഇരുന്നോളൂ കേട്ടോ. വീഴൊന്നുമില്ല. അലമാരിൽ നമുക്ക് ഇങ്ങനെ വെക്കാൻ പറ്റും. പിന്നെ ട്രാവൽ ചെയ്യുമ്പോഴാണെങ്കിലും ഇതുപോലെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ടോപ്പ് എവിടെ, പാൻറ്റ് എവിടെയെന്ന് നോക്കാൻ നമുക്ക് സമയം വേസ്റ്റ് ആവില്ല. അതുപോലെ തന്നെ ഒരുപാട് ചുളിയാണ്ടിരുന്നോളൂ കേട്ടോ ഇങ്ങനെ. അപ്പോൾ ഇത് നല്ലൊരു മെത്തേഡാണ് കേട്ടോ. ഇനി അടുത്ത മെത്തേഡ് വന്നിട്ട് നമ്മൾ നേരത്തെ കാണിച്ച പോലെ രണ്ട് സൈഡിൽ നിന്നും ഇതുപോലെ മടക്കിയിട്ട് താഴ്ഭാഗത്തു നിന്ന് ഇത്രയും ഫോൾഡ് ചെയ്യാം. എന്നിട്ട് മറ്റേ സൈഡിൽ നിന്നും ഇങ്ങനെ പരസ്പരം ടച്ച് ചെയ്യാൻ പാകത്തിന് അടുത്തടുത്തായിട്ട് മടക്കി വയ്ക്കാം. അന്നേരം നമുക്കിവിടെ കണ്ടോ, ഇതൊരു പോക്കറ്റ് പോലെ നമുക്കൊരു സ്പേസ് കിട്ടും. ഈ സ്പേസിൻ്റെ ഉള്ളിലേക്ക് ഇത്രയും ഭാഗം ഫുള്ളായിട്ട് അങ്ങോട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം, കയറ്റി വെച്ച് കൊടുക്കാം. ഇങ്ങനെ നീറ്റായിട്ട് കണ്ടോ ഇതുപോലെ ചെയ്യാം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും നമുക്ക് യൂസ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു ഫോൾഡിങ് മെത്തേഡ് ഒന്നുമല്ല. നമ്മൾ തിരക്ക് പിടിച്ച് ചെയ്യുമ്പോഴൊന്നും ഇങ്ങനെ ചെയ്യണമെന്നില്ല. പക്ഷേ ഇൻ കേസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇത് ഫോൾഡായിട്ട് എപ്പോഴും ലോക്ക് ചെയ്ത പോലെ ഇരിക്കണം എന്നുള്ള ഒരു ആവശ്യമൊക്കെ വരുന്ന സമയത്ത് നമുക്കിതുപോലെയൊക്കെ ചെയ്യാം കേട്ടോ. ഇത് ശരിക്കും സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ലോക്ക് ചെയ്ത പോലത്തെ ഉള്ള ഒരു ഫോൾഡിംഗ് ആണ്. ഇതിപ്പോൾ താഴെ വീണാലോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അലമാരിയിൽ നിന്ന് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലോ, നമ്മൾ പാക്ക് ചെയ്ത് വെച്ച സ്ഥലത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തെന്നിയാലോ ഒന്നും ഈ ഒരു ഫോൾഡിങ് പോവില്ല. കുറേ നാളത്തേക്ക് ഇതുപോലെ തന്നെ അങ്ങ് ഇരിക്കും. അപ്പോൾ നമുക്കൊരു ആവശ്യം വരുന്ന സമയത്ത് നമുക്കിതുപോലെയൊക്കെ ചെയ്യാം. നെക്സ്റ്റ് മെത്തേഡ് വന്നിട്ട് റോൾ ചെയ്യുന്ന ഫോൾഡിംഗ് മെത്തേഡാണ്. അത് വളരെ എളുപ്പമാണ്. മാക്സിമം സ്പേസ് ലാഭിക്കുന്ന ഒരു ഫോൾഡിംഗ് മെത്തേഡാണ് കേട്ടോ ഇത്. ഇതുപോലെ മടക്കുക. അതിനുശേഷം താഴെ നിന്ന് അങ്ങനെ തന്നെ നമ്മൾ ഈ റോളൊക്കെ ചെയ്യുന്ന പോലെ ഫുള്ളായിട്ട് അങ്ങ് റോൾ ചെയ്ത് കൊടുക്കുക. മടക്കി ഈ അറ്റം വരെ കൊണ്ടുവരിക. ഒരു ചിക്കൻ റോൾ പോലെയൊക്കെ ഇങ്ങനെ ഇരുന്നോളും. ഇതത്ര സെക്യൂർഡ് ഒന്നുമല്ല. താഴെ വീണ് കഴിഞ്ഞാലോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലോ ഒക്കെ ഇതിൻ്റെ ഫോൾഡിങ് പോവും. പക്ഷേ ഇത് ശരിക്കും സ്പേസ് സേവിങ് ആണ് കേട്ടോ. കണ്ടോ, ഇതുപോലെ എല്ലാ ടോപ്സും ഞാനിവിടെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബാസ്ക്കറ്റിലോട്ട് മാറ്റാം. ഇതുപോലെ എല്ലാം നല്ല നീറ്റായിട്ട് അടുക്കി വെക്കാം. ഇത് ഒന്നിൻ്റെ മേലെ ഒന്നായിട്ട് നമുക്ക് ഫുള്ള് ഈ ബാസ്ക്കറ്റ് നിറയുന്ന വരെ നമുക്ക് അടുക്കി വെക്കാം കേട്ടോ. ഫുൾ സ്പേസ് നമുക്ക് ലാഭിക്കാം.
ഇപ്പം ഞാനിതിനകത്ത് ടോപ്പ് മാത്രമാണ് മടക്കി വെച്ചേക്കുന്നത്. പക്ഷേ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഈ ടോപ്പിൻ്റെ ഉള്ളിലായിട്ട് അതിൻ്റെ പെയറായിട്ടുള്ള പാൻസും കൂടിയിട്ട് ഫോൾഡ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. അങ്ങനെയും നമുക്ക് ചെയ്യാം. എല്ലാ ഓപ്ഷൻസും നമുക്ക് യൂസ് ചെയ്യാം. കണ്ടോ, അടിപൊളിയല്ലേ, നല്ല നീറ്റായിട്ടിരുന്നോളും. അപ്പോൾ നമ്മൾ ടീഷർട്ട് ഫോൾഡ് ചെയ്ത അതേ മെത്തേഡിൽ തന്നെ നമുക്ക് പാൻസും ഫോൾഡ് ചെയ്യാം കേട്ടോ. ഇതുപോലെ റോൾ ചെയ്തിട്ടും അതേപോലെ തന്നെ നമ്മൾ ലോക്ക് ചെയ്യുന്ന മെത്തേഡിൽ ചെയ്തിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും. കണ്ടോ, ഇതുപോലെ. ഇനി നെക്സ്റ്റ്, അതായത് ലാസ്റ്റത്തെ ഫോൾഡിങ് മെത്തേഡ് വന്നിട്ട് 2 സെക്കൻഡ്സിൽ ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ്. വളരെ ഫേമസ് ആയിട്ട് നമുക്ക് എപ്പോഴും സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിട്ട് കാണാവുന്ന ഒരു മെത്തേഡാണ് കേട്ടോ ഇത്. ടീഷർട്ട് ഇതുപോലൊരു ഫ്ലാറ്റ് സർഫസിൽ വെച്ചതിന് ശേഷം ഒരു പോയിൻ്റ്, അതായത് ഷോൾഡറിൻ്റെ നടുവിലുള്ള ഈ ഒരു പോയിന്റിൽ പിടിക്കുക. ഇതിന് നേരെ, ഇതിൻ്റെ സ്ട്രെയിറ്റ് ആയിട്ട് ടീഷർട്ടിൻ്റെ നടുവിലായിട്ട് അടുത്ത ഫിംഗർ വെച്ചിട്ട് ഈ പോയിന്റിൽ പിടിക്കുക. സ്ട്രെയിറ്റ് ആയിരിക്കണം കേട്ടോ, നമ്മൾ 2 പോയിൻറ്റും സ്ട്രെയിറ്റ് ആയിരിക്കണം. ദെൻ ഈ ഷോൾഡറിൻ്റെ പോയിൻ്റ് പിടിച്ചേക്കുന്ന ആ ഭാഗം നേരെ ഇങ്ങനെ താഴോട്ട് വന്നിട്ട് ഇതുപോലെ എടുക്കാം. എന്നിട്ട് അങ്ങനെ തന്നെ മേലോട്ട് പൊക്കിയിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്യുക. ഇതാദ്യം കാണുമ്പോൾ ഒരു കൺഫ്യൂഷൻ നമുക്ക് തോന്നും. പക്ഷേ ഇതൊരു 2 വട്ടം നമ്മൾ ചെയ്ത് കഴിയുമ്പോഴല്ലോ ഇത് സൂപ്പർ ഈസിയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് 2 സെക്കൻഡ്സിൽ ടീഷർട്ട് ഫോൾഡ് ചെയ്യുന്ന മെത്തേഡ്. അപ്പോൾ ഇത്രയാണ് കേട്ടോ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ടീഷർട്ടിൻ്റെ ഫോൾഡിങ് ടെക്നിക്സ്. ഒരുപാടുണ്ട്, പക്ഷേ എല്ലാം ഒന്നും നമുക്ക് ആവശ്യമില്ല. കുറേ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫോൾഡിങ് മെത്തേഡ്സ് ഉണ്ട്, അതൊന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല നമുക്ക്. പക്ഷേ ഇപ്പം ഞാൻ കാണിച്ച ഇത്രയും മെത്തേഡ് സിമ്പിളാണ്, എന്നാൽ നമുക്ക് അത്യാവശ്യം ഒരു ടൈമിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയതുമാണ്. പക്ഷേ എല്ലാ മെത്തേഡ്സും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവണമെന്നില്ല, ഇഷ്ടപ്പെടണമെന്നുമില്ല. പക്ഷേ ഏതെങ്കിലും 1-2 ഐഡിയാസോ ടെക്നിക്സോ മെത്തേഡോ ഒക്കെ നിങ്ങൾക്ക് കൊള്ളാം, ഇത് യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു കാര്യമാണ്. അപ്പോൾ പാർട്ട് 2 നമ്മൾ നെക്സ്റ്റ് വീക്കിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാൻ ഇനി പാർട്ട് 2ൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണിലൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചോളൂ. അപ്പോൾ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തോളൂ, വീഡിയോ ലൈക്ക് ചെയ്തോളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.